നമസ്കാരം. പി ദിവ്യയെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യാതെ ഏരിയ സമ്മേളനങ്ങളിൽ CPM ജില്ലാ നേതൃത്വത്തിന്റെ തന്ത്രപരമായ ഇടപെടൽ. ആരെയും പിണക്കാതിരിക്കാനാണ് ഈ കരുതൽ. നവംബർ 1 മുതൽ തുടങ്ങിയ CPM ഏരിയ സമ്മേളനങ്ങളിൽ പി ദിവ്യ വിഷയം ചില പ്രതിനിധികൾ ഉയർത്തിക്കാട്ടിയിരുന്നു. സമ്മേളന പ്രതിനിധികളിൽ ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് ബോധം കാത്തുസൂക്ഷിക്കുന്നതിൽ ദിവ്യയ്ക്ക് വീഴ്ച പറ്റിയെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. പയ്യന്നൂരിൽ തുടങ്ങി തളിപ്പറമ്പ്, പെരിങ്ങോം, അഞ്ചരക്കണ്ടി, പിണറായി ഏരിയ സമ്മേളനങ്ങൾ CPM പിന്നിട്ടിരിക്കുകയാണ്. ഇതിൽ പെരിങ്ങോം ഏരിയ സമ്മേളനത്തിലാണ് കൂടുതൽ വിമർശനം ദിവ്യയ്ക്കെതിരെ ഉയർന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ. മേൽ കമ്മിറ്റിക്കായി പ്രതിനിധി ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞതും MV ജയരാജൻ തന്നെയായിരുന്നു. ADMന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ പി ദിവ്യയെ ന്യായീകരിക്കാതെയും ADMന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നലുണ്ടാക്കിയുമായിരുന്നു MV ജയരാജന്റെ മറുപടി. ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയില്ല എന്നും രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്ന സാഹചര്യത്തിൽ നിജസ്ഥിതി അറിയേണ്ടതുണ്ടെന്ന് MV ജയരാജൻ ചൂണ്ടിക്കാട്ടി. ADMന്റെ കുടുംബത്തോടുള്ള എല്ലാവിധ ഐക്യദാർഢ്യവും പാർട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും വാങ്ങിയില്ല എന്നും പറയുന്നു. ഇതിൽ നിജസ്ഥിതി പുറത്തു വരണം. ദിവ്യക്കെതിരെ സ്വീകരിച്ചത് പാർട്ടി നടപടി മാത്രമാണ്. പാർട്ടി നടപടി അംഗീകരിക്കുന്ന ഒരു സഖാവ് എങ്ങനെയാണ് കറിവേപ്പില പോലെ തന്നെ വലിച്ചെറിഞ്ഞുവെന്ന് പറയുന്നതെന്നും ജയരാജൻ ചോദിച്ചു. മറ്റു ചില സമ്മേളനങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ദിവ്യ പഴയ SFI ശൈലി മാറ്റാത്തതാണ് കുഴപ്പങ്ങൾക്ക് കാരണമായതെന്ന് ചില പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കാറിൽ മേക്കപ്പ് കിറ്റുമായി സിനിമാ താരത്തെ പോലെ സഞ്ചരിച്ച വനിതാ നേതാവായിരുന്നു പി ദിവ്യ. വസ്ത്രധാരണത്തിലും പുറംപകട്ടിലുമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരിയായ അവർ ശ്രദ്ധ പതിപ്പിച്ചത്. തന്റെ വ്യക്തിഗതമായ ഈഗോയാണ് നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെ യാത്രയപ്പ് യോഗത്തിൽ അപമാനിച്ചതിലൂടെ പ്രകടിപ്പിച്ചത്. ക്ഷണിക്കാത്ത യാത്രയപ്പ് യോഗത്തിൽ പോയി ഉന്നത ഉദ്യോഗസ്ഥനും പാർട്ടി കുടുംബത്തിലെ അംഗവുമായ ഒരാളെ അപമാനിക്കാൻ ദിവ്യയ്ക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്ന് പ്രതിനിധികളിൽ ചിലർ ചോദിച്ചു. ദിവ്യയെ തുടക്കത്തിലെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് തളിപ്പറമ്പ് സമ്മേളനത്തിൽ ചില പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ വേളയിൽ പി ദിവ്യ പുതിയ ഇനോവ കാറിന് വേണ്ടി വാശി പിടിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി നടിച്ചുവെന്നും ഇക്കാര്യം ഇഷ്ടക്കാരായ ചില മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നുവെന്നും ചില പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിന്റെ അതൃപ്തിയിൽ ദിവ്യ കാസർഗോഡ് മണ്ഡലത്തിലാണ് LDF സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിച്ചതെന്നും ഇതൊന്നും നിയന്ത്രിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നുമാണ് വിമർശനം ഉയർന്നത്. അതേസമയം വെള്ളിയാഴ്ച 5 മണിയോടെയാണ് ദിവ്യ ജയിൽ മോചിതയായത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ, ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിജു തുടങ്ങിയവർ ദിവ്യയെ സ്വീകരിക്കാനെത്തിയിരുന്നു. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിനെ തുടർന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ N സുകന്യ, PK ശ്യാമള, CPM നേതാക്കളായ ബിനോയ് കുര്യൻ, PV ഗോപിനാഥ് എന്നിവർ ജയിലിൽ സന്ദർശിച്ചിരുന്നു. കണ്ണൂർ ജില്ല വിട്ടുപോകരുത്, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നീ ഉപാധികളോടെയാണ് കോടതി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചത്. തലശ്ശേരി പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദാണ് വിധി പറഞ്ഞത്. ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു. കുടുംബനാഥ എന്ന പരിഗണനയിലാണ് ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചതെന്ന് കോടതി വിധിയിൽ പറയുന്നു. കുടുംബനാഥ ഇല്ലെങ്കിൽ കുടുംബം അസ്വസ്ഥമാകുമെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം പി ദിവ്യക്കെതിരെ ചുമത്തിയ BNS 108 ആത്മഹത്യാ പ്രേരണ കുറ്റം കേസിൽ നിലനിൽക്കുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. 33 പേജുള്ള വിധിന്യായമാണ് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിളിക്കാത്ത വേദിയിൽ ചെന്ന് പ്രാദേശിക ചാനലിനെ കൂട്ടിപ്പോയി ADMന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ ദിവ്യ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. മാനുഷിക വശങ്ങൾ പരിഗണിച്ചാണ് കോടതി ദിവ്യയ്ക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. സ്ത്രീയാണ്, കുടുംബനാഥയാണ്. കുടുംബത്തിലെ നാഥയായ സ്ത്രീ ഇല്ലാതായാൽ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അസുഖബാധിതനായ പിതാവിനെ പരിചരിക്കാൻ ദിവ്യ വീട്ടിലുണ്ടാകണമെന്ന വാദം നേരത്തെ തന്നെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ഇതും കോടതി പരിഗണിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ ആൾജാമ്യം, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, കണ്ണൂർ ജില്ല വിട്ടുപോകരുത്, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കോടതിയിൽ സമർപ്പിക്കണം, ഇല്ലെങ്കിൽ കോടതിയിൽ സത്യവാങ്മൂലം നൽകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ദിവ്യയ്ക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്.